ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ജോലിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കേക്കടെ ഒരു ബസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാമവണ്ടി എന്നും പറഞ്ഞ് ഞങ്ങളുടെ അപ്പോൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ബസ് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ബസ്സിൽ പോകുന്ന വെച്ചിട്ട് നോക്കി ബസ് നോക്കിക്കണേ കേട്ടോ. ഒരു 8:30 വരിക, കറക്റ്റ് സമയത്ത് വരും കേട്ടോ. അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് വഴിക്കേക്കടെ ഒരു ബസ് ഉള്ളതുകൊണ്ട് ഒരുപാട് നടക്കും. ഞാൻ നടക്കാറില്ല, ആരും കൊണ്ടാക്കാറ് നടക്കും. പിന്നെ ഓഫീസിൽ ഇപ്പോൾ രമ്യ ലീവായിട്ടോ. അവൾക്ക് ഇപ്പോൾ 7 മാസമായി, അവൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അവൾ പോയതോടുകൂടി ഇപ്പോൾ ആകെ ശൂന്യം കേട്ടോ, ഏകാന്തതയാണ്. പക്ഷേ അവൾ പോയതോടുകൂടി എനിക്കാകെ വിഷമം കൂടിയാണ്. കാരണം എനിക്കെല്ലാം പറയുന്നൊരു സുഹൃത്തായിരുന്നു. പക്ഷെ അവർ നല്ല കാര്യത്തിനല്ല പോയത്. അതുകൊണ്ട് പിന്നെ ഞാൻ അവൾക്കും നല്ലൊരു കൊച്ചുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ രാവിലെ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മീൻ മേടിച്ചു. അപ്പോൾ മീൻ വറക്കാനും വെച്ചു. ഇത് കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ച ആദച്ചക്കയാട്ടോ വീട്ടിലുണ്ടായത്. മുകളിലായിരുന്നു. ഞാൻ ഞായറാഴ്ച ദിവസം ഇരുന്നപ്പോൾ പറിച്ചു വെച്ചതാട്ടോ. അപ്പോൾ പഴുത്തോ ഒന്നും പഴുത്തോ, രാവിലെ വൈകിട്ടും പഴുത്തോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പഴുത്തിട്ടുണ്ടായില്ല. പിന്നെ പൂച്ചയെ കൊണ്ട് ഒരു രക്ഷയില്ല. അത് ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും. അതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാനിപ്പോൾ ഈ എല്ലിനൊക്കെ വിലക്കുറവായിരുന്നുണ്ട്. ഇപ്പോൾ എല്ലൊക്കെ പയ്യെ നല്ലോണം വിലക്കുറവായിരുന്നുണ്ട്. 2 ബദാമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1/4 കിലോ ബദാമാട്ടോ മേടിച്ചോളൂ. അത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. വെള്ളത്തിലിട്ട് വയ്ക്കാൻ എൻ്റെ സത്ത് മൊത്തം കിട്ടുമെന്നാണല്ലോ പറയണേ. അത് 2-3 വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് ബാങ്ക് വരെ പോകാനുള്ളവർ നേരത്തെ ഇറങ്ങി, നേരത്തെ വന്നു. ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ അന്ന് പള്ളിപ്പെരുന്നാളിന് പോയപ്പം വിത്തിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചതാട്ടോ. ഇത് മണ്ണൂത്തി എന്നുള്ള വിത്താന്ന് പറഞ്ഞാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് ഓരോന്നൊക്കെ നട്ടു നോക്കി. പക്ഷേ ഒറ്റ വിത്ത് ഇതുവരെ മുളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉറുമ്പ് കൊണ്ടുപോയതാണോ എന്നറിയാൻ പാടില്ല. തണ്ണിമത്തങ്ങിൻ്റെ മേടിച്ചു, തക്കാളിയുടെ മേടിച്ചു, വെണ്ടയ്ക്കയുടെ ഒക്കെ മേടിച്ചു. പക്ഷെ ഒന്നും മുളച്ചില്ല. ചീരയൊന്നും നട്ടിട്ട് ഒന്നും മുളച്ചിട്ടില്ല. അതെന്താണെന്ന് ഇത് തണ്ണിമത്തങ്ങയുടെ കേട്ടോ. പക്ഷെ തണ്ണിമത്തൻ ആദ്യം നട്ട, പക്ഷേ അത് ഒട്ടും മുത്താണ്ടി തിരഞ്ഞു നോക്കി വിത്ത് മുളയ്ക്കാത്ത എന്താണെന്ന് പറയുമ്പോൾ വിത്തേ കാണുന്നില്ല അവിടെ. മുളച്ചിട്ട് ഇനി വെള്ളത്തിൽ ഇടാണ്ട് ഈ വിത്ത് നട്ടിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. വിത്ത് നടുമ്പോൾ വെള്ളത്തിൽ ഇടണമെന്നും അറിയാൻ പാടില്ല.